നമുക്ക് പ്രാർത്ഥിക്കാം. അതിരും തീരുവുമില്ലാത്ത ദൈവമേ, അഖിലാണ്ടത്തിൻ്റെ ഉടയവനെ, അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. തിരുവചനത്തിൻ്റെ സാരം ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവേ, അവിടുന്ന് തന്നെ ഞങ്ങളോട് സംഭാഷിക്കണമേ. അനുഗ്രഹത്തോടെ മടക്കി അയക്കണമേ. കർത്താവിൻ്റെ തിരുനാമത്തിലുള്ള പ്രാർത്ഥന കേൾക്കണമേ. അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, വന്യ കർദിനാൾ തിരുമേനി, യോഗത്തിൻ്റെ അധ്യക്ഷൻ തോമസ് തിമത്യോസ് തിരുമേനി, വന്യ പിതാക്കന്മാരെ, വന്യ വൈദികരെ, ദൈവജനമേ, നമ്മെ എല്ലാവരെയും ഈ സാക്ഷ്യ കൂടാരത്തിലേക്ക് കൂട്ടിവരുത്തിയ ദൈവത്തിന് സ്തുതി. 139 വർഷം ധന്യമായ ശുശ്രൂഷ നിറപടിയായി നിർവഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധ സഭയെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തു. യൂഹാനൻ മാർത്തോമാ തിരുമേനി മുതൽ എനിക്ക് നല്ല ഓർമ്മയാണ് ഈ കൺവെൻഷൻ. അഭംഗുരം ഈ കൺവെൻഷനിൽ ഈ നാളുകളെല്ലാം വന്ന് ചേർന്ന് ഈ തിരുമേനി മുതൽ തിയോഡോഷ്യസ് മാർത്തോമാ വരെയുള്ള മെത്രാപ്പൊലീത്തന്മാരുടെ കീഴ് നിന്ന് കണ്ട് കേട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം തുണച്ചു. അതിന് ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മെ എല്ലാവരെയും ഈ സാക്ഷ്യ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിരുന്ന് ഈ വചനം കേൾക്കുന്നു. പലയിടങ്ങളിൽ നിന്ന് വളരെ താല്പര്യത്തോടുകൂടെ വചന കേൾവിക്ക് വേണ്ടിയുള്ള കൊതിയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെല്ലാവരും വന്ന് സംബന്ധിക്കുന്നതിൽ എനിക്കുള്ള സന്തോഷവും സഭയ്ക്കുള്ള സന്തോഷവും നിങ്ങളെ അറിയിക്കട്ടെ. നമ്മുടെ ഒന്നിച്ചുള്ള ധ്യാനത്തിനും പഠനത്തിനുമായി യിരെമ്യാ പ്രവചനം 12-ാം അധ്യായം 5-ാമത്തെ വാക്യം. ദ ബുക്ക് ഓഫ് ജെറമ്യാ ചാപ്റ്റർ 12:5. കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാൻ്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? The Lord said, if you have run with men on foot and they have worn you out, then how can you compete with horses? And if they wore you out in the land of peace in which you trusted, then what will you do in the flooding of Jordan? അനാഥോത്തിലെ പുരോഹിതനായ ഹിൽക്കിയായുടെ മകനാണ് പ്രവാചകനായ യിരെമ്യാവ്. അദ്ദേഹം യെരുശലേമിൽ താമസിച്ചുകൊണ്ട് തൻ്റെ പ്രവചനം നടത്തിയിരുന്നു. ക്രിസ്തുവിന് 600 വർഷം മുൻപ് എഴുതപ്പെട്ടതാണ് ഈ പ്രവചന പുസ്തകം എന്ന് കരുതപ്പെടുന്നു. യോശിയ, സിദെക്കിയാവ്, യഹോയാക്കീം തുടങ്ങിയ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് അദ്ദേഹം പ്രവചനം നിർവഹിച്ചു. യിരെമ്യാവ് എന്ന വാക്കിന് ദൈവം ഉയർത്തും എന്നാണ് അർത്ഥം പറയാറുള്ളത്. യഹൂദന്മാരുടെ ഇടയിൽ യിരെമ്യാ പ്രവാചകനും പ്രവചനത്തിനും നല്ല സ്വാധീനമുണ്ടായിരുന്നു. മശിഹാ കാലത്തെക്കുറിച്ച് അദ്ദേഹം പ്രവചനം നടത്തിയത് യിരെമ്യാവായിരുന്നു. റാമയിലെ റാഹേലിൻ്റെ കരച്ചിലും വലിയ നിലവിളിയും പ്രവചിച്ചത് യിരെമ്യാ പ്രവാചകനായിരുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഹെരോദാവിൻ്റെ ഉഗ്ര ശിക്ഷയാൽ ശാസനയാൽ ബേത്ലഹേമിലെ 2 വയസ്സിന് താഴെയുള്ള ശിശുക്കളെ കൊന്ന് ഒടുക്കുന്ന സമയം ഹെരോദാവിനെ ഭയന്ന് മിസ്രൈമിലേക്ക് രക്ഷപ്പെട്ട തിരുക്കുടുംബം ഹെരോദാവിൻ്റെ മരണശേഷം തിരികെ വന്ന് പാർത്തത് നസ്രത്തിലായിരുന്നു. അങ്ങനെയാണ് യേശുവിനെ നസ്രായൻ എന്ന പേര് ലഭിച്ചത്. തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളായ നമുക്കും നമ്മുടെ പൂർവികർക്കും നസ്രാണികൾ എന്ന പേര് അങ്ങനെയാണ് ലഭ്യമായത്. അതുകൊണ്ട് നമുക്ക് അന്ത്രയോസുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നിർമ്മല ശിശുക്കളെ കൊന്നൊടുക്കിയ ദിവസം സഭ ഓർക്കുന്ന ദിവസമാണ് ഡിസംബർ 28, നിർമ്മല ശിശുക്കളുടെ നാളെന്നാണ് അറിയപ്പെടുക. നസ്രത്തിൽ വന്ന് പാർത്ത പരിശുദ്ധ കന്യമറിയാവിനോടും ശിശുവായ യേശുവിനോടും ആ നാട്ടിലെ കുട്ടികൾക്ക് വളരെ സ്നേഹമായിരുന്നു. അത് സംബന്ധിച്ച് പറയുന്ന അപ്പോക്രിഫൽ സ്റ്റോറിയിൽ ഒന്ന് ഇപ്രകാരമാണ്. കന്യമറിയാം യേശുവിനെ ഒക്കത്ത് വെച്ച് മുമ്പിൽ വന്ന് നിന്നപ്പോൾ നസ്രത്തിലെ കുട്ടികളെല്ലാം ഒന്നിച്ചുകൂടി. ഈ കുട്ടികളെല്ലാം കണ്ടപ്പോൾ അവരടുത്ത് വന്നിട്ട് ചോദിച്ചു, സാധാരണ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഈ കുഞ്ഞിൻ്റെ പേരെന്താണ്? അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, പേരൊക്കെ പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും പേര് പറയാനുണ്ടോ? അപ്പോൾ ഒരു മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിയെ കണ്ടിട്ട് വളരെ സുന്ദരനാണ്. വേദപുസ്തകത്തിൽ സുന്ദരനായ ഒരു കുട്ടിയെ പറയുന്നത് മോശയാണ്. അതുകൊണ്ട് നമുക്കിവനെ മോശ എന്ന് പേരിടാം. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ മോശ തൻ്റെ അവസാനത്തെ സന്ദേശത്തിൽ ജനത്തോട് പറയുന്നു,
നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അങ്ങനെ മോശയുടെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ പൈതൽ. അതുകൊണ്ട് അമ്മേ, നമുക്ക് ഈ പൈതലിനെ മോശ എന്ന് പേരിടാം. അപ്പോൾ കന്യകമറിയാൻ പറഞ്ഞു, നല്ല പേരാണ്, ഇനി പേര് വല്ലതുമുണ്ടോ? അപ്പോൾ മറ്റൊരു വന്നിട്ട് പറഞ്ഞു, നമുക്കിവനെ ഏലിയാവെന്ന് പേരിടാം. മലാഖി പ്രവചനം 4-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ ദൈവം അയച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഏലിയാവിനെ പോലെ പ്രഗത്ഭനായ ഒരുവനായി തീരും. ഏലിയാവെന്നുള്ള പേരാണ് നല്ലത് എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ കന്യകമറിയാൻ പറഞ്ഞു, നല്ല പേരുകളാണ് രണ്ടും, ഇനി എന്തെങ്കിലും ഒരു പേരുണ്ടോ? അപ്പോൾ ഒരുവൻ വന്ന് പറഞ്ഞു, നമുക്കിന്ന് ഇവനെ യിരെമ്യാവെന്ന് പേരിടാം. നമ്മുടെ രാജ്യം അടിമത്തത്തിലാണ്, റോമിൻ്റെ അടിമത്തത്തിലാണ്. കരയാൻ ഇന്ന് നമ്മുടെ നാട്ടിലൊരാളില്ല. കരച്ചിലിൻ്റെ പ്രവാചകൻ എന്നാണ് യിരെമ്യാവ് അറിയപ്പെടുന്നത്. ദൈവകോപത്തിൽ നിന്ന് ജനത്തെ രക്ഷിപ്പാൻ കരയാൻ നമ്മുടെ കൂട്ടത്തിൽ ഒരുവൻ വേണം. ഞാൻ ദേശത്തിൻ്റെ നടുവിൽ നിങ്ങളിൽ ഒരുവൻ മതിൽ കെട്ടി എനിക്ക് മുമ്പിൽ നിൽക്കുമെന്ന് ദൈവം യെഹെസ്കേലിൽ പ്രവചിച്ചതുപോലെ തന്നെ ഒരുവനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞു. നമുക്ക് ഇവനെ യിരെമ്യാവെന്ന് പേരിടാമെന്ന് പറഞ്ഞു. യിരെമ്യാ പ്രവചൻ പിന്നീട് പറയുന്നുണ്ട്, 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ജനം 2 ദോഷം ചെയ്തു. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു. വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സങ്കടമാണ് ജനത്തെക്കുറിച്ച്. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ദൈവവുമായുള്ള ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിച്ച ജനം അനീതിയിലും ബിംബാരാധനയിലും പങ്കാളികളായി. അതിനാൽ യിരെമ്യാ പ്രവചനം മുഴുവൻ ന്യായവിധിയെക്കുറിച്ചും അനുതാപത്തെക്കുറിച്ചും മടങ്ങിവരവിനെക്കുറിച്ചും യഹോവയുടെ അതിരില്ലാത്ത കരുണയെക്കുറിച്ചുമാണ് പറയുന്നത്. ജനത്തിൻ്റെ ഏറ്റവും വലിയ തിന്മ യഹോവയായ ദൈവത്തെ നിരാകരിച്ചു, പകരം മറ്റൊരു ദൈവത്തെ സ്ഥാപിച്ചു. റിജക്റ്റിംഗ് ആൻഡ് റീപ്ലേസിങ് യഹോവ. യിരെമ്യാവിൻ്റെ കാലത്ത് എന്നതുപോലെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇത് ആവർത്തിക്കുന്നു. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവചനം നമുക്ക് അർത്ഥവത്തായ സന്ദേശം തരുന്ന ഒരു പുസ്തകമായി നാം തീർത്തിരുത്തിക്കുന്നത്. അഹറോൻ ഇസ്രായേൽ മക്കളുടെ ആവശ്യപ്രകാരം നിർമ്മിച്ച ദൈവത്തെ പോലെ ഞങ്ങൾക്ക് മുമ്പായി നടക്കുവാൻ ഒരു ദൈവം, നമ്മുടെ ഇഷ്ടമറിഞ്ഞ് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഇഷ്ടദേവതയായി നാമും ദൈവങ്ങളെ സൃഷ്ടിക്കുന്നു. ദൈവഭയമില്ലാത്തൊരു തലമുറയായി നാം തീർന്നിരിക്കുന്നു. ദൈവഭയമില്ലാത്ത രാജ്യം, ദൈവഭയമില്ലാത്ത സഭ, ദൈവഭയമില്ലാത്ത സമൂഹം, ദൈവഭയമില്ലാത്ത വ്യക്തികൾ ഇന്നിൻ്റെ ആകെ കണക്കെടുക്കുമ്പോൾ കണ്ടുമുട്ടാൻ കഴിയുന്നത് അതാണ്. വി ആർ അക്കൗണ്ടബിൾ ബിഫോർ ദി ലോർഡ്. ഇതെന്നും എല്ലാവർക്കും ആവശ്യമായൊരു ദൈവിക പ്രബോധനമാണ്. അക്കൗണ്ടബിൾ ബിഫോർ ദി ലോർഡ്. സത്യം, ധർമ്മം, നീതി ഇവ ആർഷഭാരതത്തിൻ്റെ അടിസ്ഥാനമാണ്, മുഖമുദ്രയാണ്. ഇന്ത്യ സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് വർഷം 77 ആകുന്നു. അനുഗ്രഹീതമായൊരു ഭരണഘടന നമുക്ക് ലഭിച്ചു. ഉത്കൃഷ്ടരായ രാഷ്ട്രമീമാംസകർ ചേർന്നത് ക്രമപ്പെടുത്തി ജനാധിപത്യവും സോഷ്യലിസവും മതനിരപേക്ഷയും ചേർത്ത് തുന്നിക്കെട്ടിയ മഹത്തായൊരു ഭരണഘടന. ഇന്നതിനെ ഇളക്കം തട്ടുന്ന പോലെ നാം ഭയപ്പെടുന്നു. ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾക്ക് എന്ത് വേണം, സംവരണം വേണോ എന്നവർ ചോദിച്ചതാണ്. അപ്പോൾ സഭ ഒന്നടങ്കം പറഞ്ഞു, ഭൂരിപക്ഷത്തിനില്ലാത്ത ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ സ്വതന്ത്ര പൗരന്മാരാണ്. ഞങ്ങൾക്ക് ആകെ ആവശ്യം വിശ്വാസം, അത് പരിപോഷിപ്പിക്കുന്നതിനും പ്രൊറോഗേറ്റ് ചെയ്യുന്നതിനുള്ള അവസരം തന്നാൽ മാത്രം മതി. ഈ രാജ്യത്തിൻ്റെ അനുഗ്രഹീത സന്തതികളായി പ്രവർത്തിപ്പാൻ നമുക്ക് കഴിയും. ബോലോ ഭാരത് മാതാ കി എന്ന് പറയാൻ തക്കവണ്ണം എല്ലാ ക്രിസ്ത്യാനിക്കും കഴിവുണ്ട്. അങ്ങനെയാണ് ഈ രാജ്യത്തെ നാം സ്നേഹിക്കുന്നതും. ക്രിസ്ത്യാനിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ന്യൂനപക്ഷ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു, 39% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഈസ് ബെനിഫിറ്റഡ് ബൈ ദി 3% ക്രിസ്ത്യൻസ്. ഇതാണ് നമ്മുടെ അഭിമാനം. ഈ 39% ജനത്തെ സ്നേഹിപ്പാനും സേവിപ്പാനും ഈ 3% നമുക്ക് ദൈവം കൃപ ചെയ്തു. മതബഹുലതയും മതതീവ്രതയും നിലനിൽക്കുന്നതാണ് നമ്മുടെ രാജ്യം. മതവിദ്വേഷവും മതതീവ്രതയും കൂടാതെ അവരവരുടെ മതവിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടാതെ ജീവിക്കുവാൻ മതാതീത മാനവികത നാം ആഗ്രഹിക്കുന്നു. അത് നാം കൈവരിക്കണം. നമ്മുടെ കർത്താവ് അതാണ് പഠിപ്പിച്ചത്. വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ
പർവ്വത പ്രസംഗത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നു, ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഗാന്ധിജി അതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പകർത്തി ലോകത്തിന് കാണിച്ചു കൊടുത്ത ക്രിസ്തുമാർഗം. മതാതീത ആധ്യാത്മികതയുടെ കാതൽ സ്നേഹം തന്നെയാണ്. സൽഗുണപൂർണനായ പിതാവിൻ്റെ ഹിതം മക്കൾ വെളിപ്പെടുത്തുന്നു. വസുധൈവ കുടുംബകം എന്ന സന്ദേശം ലോകത്തിന് പ്രദാനം ചെയ്തത് ഭാരതമാണ്. ലോകമേ തറവാട്, എത്ര ഉത്കൃഷ്ടമായ സന്ദേശമാണ് നാം ലോകത്തിന് നൽകിക്കൊടുക്കുന്നത്. ഇന്ത്യയുടെ മതേതരത്വം സവിശേഷത നിറഞ്ഞതാണ്. യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിൽ തുല്യത, എല്ലാ മതങ്ങൾക്കും തുല്യത നൽകുന്നു. വ്യക്തിഗത മതങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇന്ത്യ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നു. ഇന്ന് ഈ ചിന്തയ്ക്ക് കോട്ടം സംഭവിക്കുന്നു. ഭാരതവും സർക്കാരും ചക്രവർത്തിമാരും അധികാരികളും സഹിഷ്ണുത നിറഞ്ഞവരായിരുന്നു, സ്നേഹം നിറഞ്ഞവരായിരുന്നു, ഹൃദയവിശാലത ഉണ്ടായവരായിരുന്നു. എല്ലാ മതങ്ങളെയും കൈനീട്ടി സ്വീകരിച്ചിരുന്നു. അതായിരുന്നു ഭാരതം. ഇന്നതിന് കോട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ പുകൾപ്പെട്ട ആദർശത്തിന് കേടുപറ്റുകൂടാ. നമുക്കെല്ലാവരെയും സ്നേഹിക്കാം, ദൈവസ്നേഹത്തിൽ നിലനിൽക്കാം. നാം ജീവിക്കുന്നതും ചരിക്കുന്നതും ആരാധിക്കുന്നതും എല്ലാവർക്കും വേണ്ടിയാണ്. നമ്മുടെ സമൂഹം വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അശ്രദ്ധയോടെ പറയുന്ന വാക്കുകൾ പടക്കക്കടയിൽ തീപ്പൊരി വീഴുന്നത് പോലെയാണ്. വർഗീയത ഒരു സമൂഹ ഭദ്രത തകർത്ത് കളയും. 100% സാക്ഷരതയുള്ള ഈ കേരളത്തിൽ മതസ്പർദ്ധ ഉണ്ടായിക്കൂടാ. വോട്ടിനു വേണ്ടി മതത്തെയോ വിശ്വാസത്തെയോ ഉപയോഗിച്ചുകൂടാ. ദൈവം ഏകനാണെന്നും നാം എല്ലാവരും മക്കളാണെന്നും എല്ലാ മനുഷ്യരിലും പ്രകൃതിയിലും ദൈവസാദൃശ്യം വെളിപ്പെട്ടിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കണം, പങ്കിടണം, പ്രചരിപ്പിക്കണം. കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? യുദ്ധമുന്നണിയിൽ മുന്നണി പോരാളികളായവർ കാലാൾപ്പടയാണ്. പിന്നാലെയാണ് കുതിരപ്പടയും സന്നാഹങ്ങളും വരുന്നത്. അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിതരണവും ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു. നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, പിടിച്ചുപറി, കൊട്ടേഷൻ ഗ്രൂപ്പ്, മോട്ടോർ അപകടം എല്ലാറ്റിൻ്റെ പിന്നിൽ ലഹരിയുടെ ഉപയോഗമാണെന്ന് നമുക്ക് കണ്ടെത്താം. ഓരോ ദിവസത്തെ പത്രം വായിക്കുമ്പോൾ ഇന്നത് വായിക്കേണ്ടായില്ലായിരുന്നു എന്നൊരു ചിന്ത നമ്മെ ഭരിക്കുന്നു. ഭരണത്തിലേറിയവർ ഇതൊന്നും കാണുന്നില്ലേ? വന്യമൃഗങ്ങളുടെ ഭീഷണിയിൽ കർഷകരും സാമാന്യ ജനങ്ങളും ഭയപ്പെട്ട് കഴിയുന്നു. 2 മാർത്തോമക്കാരെ ആന ചവിട്ടി കൊന്നു. നമ്മുടെ സാമൂഹ്യ ഇടപാടുകൾ തിന്മ നിറഞ്ഞിരിക്കുന്നു. ഒഡീഷയിലെ ഡെൻകർ ജില്ലയിൽ റവറൻ നായിക്കിനെ ബലമായി ചാണകം തീറ്റിച്ച് അദ്ദേഹത്തെ നിന്ദിതനാക്കി. ഓസ്ട്രൽ പ്രൊജക്ഷൻ എന്ന രോഗത്തിന് അടിമയായി സാത്താൻ സേവ ചെയ്യുന്ന മക്കൾ കൂടി വരുന്നു. മരണശേഷം ആത്മാക്കൾ സഞ്ചരിക്കുന്നത് കാണാൻ സ്വന്തം പിതാവിനെയും അമ്മയെയും സഹോദരിയെയും വല്യമ്മയും കൊല്ലുന്ന യൗവനക്കാർ ഈ നാട്ടിൽ വരുന്നു. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ജഡം റെയിൽവേ ട്രാക്കിൽ കാണുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നവൻ 16 വയസ്സുകാരനാണ്. ലഹരിക്കടിമയെന്ന് കുറ്റസമ്മതം. രാത്രിയിൽ വീടിൻ്റെ ജനലിൽ മുട്ടുമ്പോൾ, മകൻ വന്ന് മുട്ടുമ്പോൾ വാതിൽ തുറക്കാൻ ഭയമുള്ള അമ്മമാർ ഈ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ. ഒരാൾ മരിക്കുമ്പോൾ മരിക്കുന്നത് ഒരാൾ മാത്രം. എന്നാൽ ആത്മഹത്യ ചെയ്തവർ മരിച്ചവരുടെ ആളുമായി ബന്ധപ്പെട്ടപ്പോൾ എല്ലാവരിലും മരണം ബാധിക്കുന്നു. സ്വയം മരണപ്പെടുന്നവരുടെ സംഖ്യ വർദ്ധിക്കുന്നു. സാക്ഷരതയിലും സാമൂഹ്യ സേവനത്തിലും വർദ്ധിച്ചു വരുന്ന നമുക്ക് ഇപ്രകാരമുള്ള മരണം എല്ലാ ശോഭയും കെടുത്തിക്കളയും. 2004 10,000 പേരാണ് ആത്മഹത്യ ചെയ്തത്. ദൈവവിഷയമായി സമ്പന്നരാകാതെ ഉള്ള എല്ലാവരുടെയും ഗതി ഇതുതന്നെയാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ ഞാനൊരു യുവജന സഖ്യം ക്യാമ്പിന് പോയി. 400 കുട്ടികളുണ്ട്. അനുഗ്രഹീതമായൊരു കൂട്ടായ്മ. നല്ല തീമാണ്, ലൈഫ് സസ്റ്റൈനിങ് ഫെയ്ത്ത്. കുട്ടികളെല്ലാം ഉത്സാഹത്തോട് വന്നു. എല്ലാ ദിവസവും കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് ഭക്ഷണം കഴിക്കും. സന്തോഷകരമായ കൂട്ടായ്മ. ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങിപ്പോയി 3 ദിവസം കഴിഞ്ഞപ്പോൾ ക്യാമ്പിൻ്റെ കൺവീനർ അച്ഛൻ എന്നോട് പറഞ്ഞു, തിരുമേനിയുടെ കൂടെ ഇന്നലെ ഭക്ഷണം കഴിച്ച പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. അന്നും ഇന്നും എൻ്റെ ഹൃദയത്തെ മതിക്കുന്നതും പ്രയാസപ്പെടുന്നതുമായൊരു വാക്കാണ് ലൈഫ് സസ്റ്റൈനിങ് ഫെയ്ത്ത്.
പഠിച്ചിട്ട് തിരിച്ച് എന്നിട്ട് ജീവിതം ഒടുക്കിക്കളയുക. ഈ പന്തലിരിക്കുന്ന നമുക്ക് നിരാശയുണ്ട്, സ്നേഹം കിട്ടാത്തവരുണ്ട്, പലിശയ്ക്ക് കൊടുത്ത പണം വീട്ടാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. എന്നെ സ്ഥിരം ആളുകൾ വന്ന് കാണാറുണ്ട്. മക്കളുടെ വിവാഹം നടത്താൻ കഴിയാത്തവരുണ്ട്. അനാഥമായ വീട്, സിംഗിൾ പേരൻസ്, അനുസരണമില്ലാത്ത മക്കൾ, ലഹരിക്കടിമയായ മക്കൾ. ഇതെല്ലാം നമ്മയും ജീവിതം മുടുക്കിക്കളയാൻ പ്രേരിപ്പിക്കാവുന്നതാണ്. എന്നാൽ ദൈവത്തെ ഭയപ്പെടണം. ദാനമായി ലഭിച്ച ഈ ജീവിതം നഷ്ടപ്പെടുത്തിക്കൂടാ. സൃഷ്ടാവിനെ നാം കണക്കേൽപ്പിക്കണം. സഭ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. താൻ കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നാളെ ഞാൻ ഇതുപോലെ മുറിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ ഒന്നാകാൻ വേണ്ടി ഞാൻ മുറിക്കപ്പെടാൻ പോവുകയാണ്. എന്നാൽ ഇന്ന് വിശുദ്ധ കുർബാന കൊണ്ടാണ് സഭകളെല്ലാം മുറിഞ്ഞിരിക്കുന്നത്. വലിയ വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ്, മാറി മാറി ഇരിക്കുകയാണ്. ആർക്കും അനുവാദമില്ലാതെ വന്നുകൂടാ എന്ന് ചിന്തിക്കുന്നു. പിതാവേ, നാം ഒന്നായിരിക്കുന്ന പോലെ അവർ ഒന്നാകണമെന്നുള്ള പുത്രൻ തമ്പുരാൻ്റെ മനസ്സ് നൊന്ത പ്രാർത്ഥന നമ്മളാരും കേൾക്കാത്ത പോലെയാണ് ഇരിക്കുന്നത്. പരിശുദ്ധ തൃത്വത്തിൻ്റെ ഐക്യം പോലെ ആയിരിക്കണം സഭയുടെ ഐക്യം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലെ അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു, ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായ ഒരുവൻ. മെത്രാന്മാരാരും ഇത് വായിക്കാത്ത പോലെ തോന്നും, വൈദികരാരും ഇത് വായിക്കാത്ത പോലെ തോന്നും, വിശ്വാസികളാരും ഇത് വായിക്കാത്തത് പോലെ തോന്നും. ഇതാർക്കും വേണ്ടാത്തതുപോലൊരു ഭാഗമായി തീർന്നിരിക്കുകയാണ്. ദൈവം ഒരുവൻ. പോയ വർഷം ഭാഗ്യസ്മരണീയനായ ഫ്രാൻസിസ് മാർപ്പാ തിരുമേനിയെ കാണാൻ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഞങ്ങൾ മെത്രാന്മാർ 8 പേർ കൂടി സഭയെ പ്രതിനിധീകരിച്ച് അവിടെ പോയി. അപ്പോൾ പാത്രിക്കീസ് ബാവ പറയുന്നു, മാർത്തമ ചർച്ച് ഈസ് എ ബിഗ് ചർച്ച് വിച്ച് കണക്ട് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ടുഗദർ. മാർത്തമ ചർച്ച് ഈസ് എ ബ്രിഡ്ജ് ചർച്ച്. പാലം പണിയുന്നൊരു സഭയാണ്, ബന്ധിപ്പിക്കുന്ന സഭയാണ്, സഭകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സഭയാണ്. അതേ വർഷം തന്നെ ലെബനോനിൽ വന്നിയ പാത്രിക്കീസ് ബാവയുമായിട്ട് കാണാൻ പോയി. 2 പിതാക്കന്മാരും എന്നോട് ഷെയർ ചെയ്ത മനസ്സിൻ്റെ പെയിൻ, വെൻ വി ക്യാൻ മീറ്റ് ടുഗദർ ഇൻ ദ ലോർഡ്സ് ടേബിൾ. എപ്പോഴും അതുതന്നെ ആയിരിക്കണം എല്ലാവരുടെയും ഒരു ചിന്ത, വെൻ വി ക്യാൻ മീറ്റ് ടുഗദർ ഇൻ ദ ലോർഡ്സ് ടേബിൾ. ദൈവത്തിൻ്റെ തിരുമേശ മുറിഞ്ഞിരിക്കുകയാണ്. ഈ വേദന മതി നമുക്ക്. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് കൈക്ക് വേദനയുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർമാർ ഞെക്കി നോക്കിയിട്ട് ചോദിക്കും, ഇവിടെ പെയിനുണ്ടോ, ഇവിടെ പെയിനുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ പറയും സാരമില്ല, 2 ദിവസം കൊണ്ട് മാറിക്കോളും. വേദന ഇല്ല എന്ന് പറഞ്ഞാൽ പറയും കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ടതുണ്ട്. വേദനയില്ല. സഭ മുറിഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചൊരു വേദന ഇല്ലാത്തതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുഃഖം. പ്രവാചക ശബ്ദത്തിൽ ജനത്തെ ഉദ്ധരിക്കേണ്ട ചുമതല സഭയ്ക്കാണ്. വിഭജിച്ചും ഭിന്നിച്ചും ഇരിക്കുന്ന സഭയ്ക്ക് ലോകത്തിന് എന്ത് സന്ദേശം കൊടുക്കാൻ കഴിയും? ഒരു വലിയ നോമ്പുകാലത്തിലേക്ക് നാം അടുക്കുകയാണ്. 2 ദിവസം കഴിയുമ്പോൾ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കും. നമുക്ക് അനുതപിക്കാം, നമുക്ക് ഉപസാരിക്കാം, നമുക്കിതെല്ലാം ഓർത്ത് കരയാം. ഇരമ്യാവിനോട് ദൈവം പറയുന്നു, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലെയും മടങ്ങി വരിക എന്ന യഹോവയുടെ അരുളപ്പാട്. നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക. ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല. ഞാൻ കരുതുന്നവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. സഭകൾക്ക് ഇന്നൊരു സാച്ചുറേറ്റഡ് സ്റ്റേജിൽ പോയിന്റിലുമാണ് നിൽക്കുന്നത്. ഇനി ആരോട് എന്ത് പറയാൻ? സ്വയം പൂരിതമായൊരവസ്ഥയിലാണ്. ഇവിടെ നമുക്ക് എക്യുമെനിക്കൽ കൂട്ടായ്മകളുണ്ട്, എന്നാൽ ബന്ധവുമില്ല, ആഴങ്ങളുമില്ല. കാലാളുകളോടുകൂടി ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ ഓടും? സുവിശേഷമാകുന്ന യേശുവിനെ പങ്കുവയ്ക്കുന്നത് ഇന്നൊരു കടമയായിട്ടോ ആവശ്യമായിട്ടോ തീർന്നിട്ടില്ല. അതിൻ്റെ താല്പര്യം കുറഞ്ഞു വരുന്നു. സെൻറ്റിനറി സെലിബ്രേഷൻസൊക്കെ പള്ളികൾ നടത്താറുണ്ട്. 3-4 രോഗികളെ അവിടെ ഇവിടെയായിട്ട് നടത്തുകയും 2 കല്യാണം നടത്തുകയൊക്കെ ചെയ്തേ ഉള്ളൂ. 10 വേദപുസ്തകം കൊടുക്കണമെന്നൊരു ചിന്തയോ ഒരു പ്രോഗ്രാമോ ഒരു പള്ളിയിലും ഞാൻ കണ്ടിട്ടില്ല. ആദ്യ നൂറ്റാണ്ട് മുതൽ സഭയ്ക്കുള്ളിലും പുറത്തും വിശ്വാസ വൈപരീത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന് വരെയും തുടരുന്നു, അതെന്നും തുടരും. കർത്താവിൻ്റെ വരവോളം ഉണ്ടാവും. സഭ ജാഗരൂപമായിരിക്കണം. തെറ്റായ ഉപദേശങ്ങൾ, മതപീഡനം എല്ലാം ഒന്നിച്ചു വരുമ്പോൾ വിശ്വാസം മുരടിച്ചു പോകാം. ആധുനികകാല ശീഷ്മകൾ പലതാണ്. എംപറർ ഇമാനുവേൽ എന്നൊരു സംഘടന കർത്താവിൻ്റെ വീണ്ടും വരവിന് വേണ്ടി അവർ ഒരുങ്ങി ആടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവർ യേശുവിൻ്റെ ദൈവത്വത്തെ നിരസിക്കുന്നു, കുരിശുമരണത്തെ നിരസിക്കുന്നു,
യുഗാന്ത്യം ഉടൻ പറ്റുമെന്ന് അവർ വിശ്വസിക്കുന്നു. സേറ്റനിക് വർഷിപ്പ്. സഭയിലെ ധനാഢ്യരും വിദ്യാസമ്പന്നരുമായ മക്കളാണ് അതിൻ്റെ അംഗങ്ങൾ. അവരെ ക്രിസ്തുവിനെ നിഷേധിക്കുന്നു. സഭയിൽ രക്ഷയില്ല, സഭയ്ക്ക് പുറത്താണ് നന്മ, സഭ വിട്ടുപോകുന്ന നമ്മുടെ മക്കൾ. അതൊരു സാത്താന്യ പദ്ധതിയാണ്, ഒരു വെളിച്ചദൂതൻ്റെ പദ്ധതിയാണ്. യേശു ഒരു വിപ്ലവകാരിയായിരുന്നു എന്നും യേശുവിൻ്റെ മരണം ഒരു സമരത്തിൻ്റെ ദാരുണ്യ അന്ത്യമാണെന്നും യേശുവിൻ്റെ മരണം രക്ഷയ്ക്ക് മുഖാന്തരമല്ല എന്നും വിശ്വസിക്കുകയും പഠിപ്പിക്കുന്ന ഒരു സഭയിലുണ്ട്. സൂക്ഷിക്കണം. സത്യവിശ്വാസം ചോർന്നു പോകുമ്പോൾ സഭ ഒരു നിർജീവ സംഘടനയായി അവശേഷിക്കും. നമ്മുടെ പുൾപിറ്റുകൾ യേശുവിനെ ഉപേക്ഷിക്കുമ്പോൾ ആരാധന നിർജീവമാകുന്നു. പള്ളികളിൽ ബൈബിൾ ക്ലാസുകൾ നിന്നുപോയിരിക്കുന്നു. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ വിശ്വാസം പരിരക്ഷിക്കണം. ഉണർന്നിരിക്കുക, നിർമ്മതരായിരിക്കുക, ജാഗരൂകരായിരിക്കുക. ന്യായത്തെക്കുറിച്ച് പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുന്നു, യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നതൊക്കെ നിർഭയരായിരിക്കുന്നത് എന്ത്? അവരുടെ വായിൽ നീ സമീപസ്ഥനായും അന്തരംഗത്തിൽ ദൂരസ്ഥനായിരിക്കുന്നു. നീതി ദൈവത്തിൻ്റെ സ്വഭാവമാണ്. നീതിജ്ഞർ ദൈവത്തിൻ്റെ ഹൃദയം വായിക്കാൻ പഠിച്ചവരാണ്. യിരെമ്യാ പ്രവചനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹൃദയപ്രകാരമുള്ള ഇടയന്മാരെ നൽകും. നീതി നിഷേധിക്കപ്പെട്ടു എന്ന ബോധ്യമാവാം പ്രവാചകൻ ദൈവത്തോട് മല്ലടിക്കുന്നത്. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ കാര്യമെന്ത്? അതുപോലെ നീതിമാന്മാർ ദ്രോഹിക്കപ്പെടുന്നു. വൈ ഡു ഇന്നസെൻറ്റ് സഫർ? എക്കാലത്തുമുള്ള ജനങ്ങളുടെ ചോദ്യമാണ്. വൈ ദ വിക്കറ്റ് പ്രോസ്പർ ആൻഡ് എക്സ്പീരിയൻസ് പീസ്? നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ചോദിക്കുന്നു, യഹോവേ, നീ എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും? നിന്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും? വെളിപാട് പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് അവരുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരം നടത്താതിരിക്കും? ദൈവം കാണുകയില്ലെന്നും ദൈവം ചോദിക്കുന്നില്ലെന്നും പാപികൾ പറയും. ദൈവം യിരെമ്യാവിനെ ശാസിച്ചും ശകാരിച്ചും ഇപ്പോഴുള്ളതിനേക്കാൾ പ്രതികൂലമായ നാളുകൾ വന്നെത്തുമെന്ന് ഉപമകളാൽ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ പ്രതിഫലങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാവാം. നിന്ദയും രോഗവും അപകടവും അനർത്ഥങ്ങളും വന്നു ചേരുമ്പോൾ വാസ്തവമായി നാം ദൈവത്തോട് ചോദിക്കേണ്ടതാണ്, എന്തുകൊണ്ട് ദൈവമേ, എന്തുകൊണ്ട്? 73-ാം സങ്കീർത്തനമാണ് ആസാഫ് എഴുതിയിരിക്കുന്നത്. അതിലിങ്ങനെ പറയുന്നു, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചിരിക്കുന്നു. എക്കാലമുള്ള ഹൃദയപരമാർത്ഥികളുടെ ചോദ്യമാണ് ആസാഫിലൂടെ നാം കേൾക്കുന്നത്. അതിന് ദൈവം കൊടുക്കുന്ന മറുപടിയാണ് 16-ാമത്തെ വാക്യം മുതൽ. 73-ാം സങ്കീർത്തനം 16. ഞാൻ നിങ്ങൾക്കൊരു ഗൃഹപാഠം പറയുകയാണ്, വീട്ടിൽ ചെന്ന് വായിക്കണം. 73-ാം സങ്കീർത്തനം 16 മുതൽ ദൈവം എന്താണ് ഇപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതെന്ന് കണ്ട് മനസ്സിലാക്കുക. ദൈവം എന്തിനു നമ്മെ ശിക്ഷിക്കുന്നു? ദൈവം തരുന്നത് ശിക്ഷയല്ല, ശിക്ഷണമാണ്, ഡിസിപ്ലിൻ ചെയ്യുകയാണ്. നമ്മുടെ പ്രശ്നം നമ്മുടെ വേദനയല്ല, അയൽക്കാരൻ്റെ ദുഷ്ടൻ്റെ ഉയർച്ചയാണ്. നല്ലവർക്കും ദുഷ്ടന്മാർക്കും മഞ്ഞും പഴയും സൂര്യനെയും പ്രദാനം ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. നല്ല വിത്തിനോടൊപ്പം കളയും വിതയ്ക്കുന്നു. കർത്താവ് പറയുന്നു, കൊയ്ത്തോളവും വളരട്ടെ. ഒരുവനും നഷ്ടപ്പെട്ടു പോകരുത്, എല്ലാവരും രക്ഷപ്പെടാനുമുള്ള ദൈവത്തിൻ്റെ അദമ്യമായ സ്നേഹമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ദൈവത്തിന് വേണ്ടി സഹിക്കുന്ന കഷ്ടത ദൈവാനുഗ്രഹത്തിൻ്റെ മുഖാന്തരമായി കാണുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ത്യയിൽ ആദ്യം വിശുദ്ധിയായി പ്രഖ്യാപിച്ചത് സെൻറ്റ് അൽഫോൺസമയാണ്. 1910 ഓഗസ്റ്റ് 19 മാസം തികയാതെ പിറന്ന ഒരു കുട്ടിയായിരുന്നു അവർ. 3 മാസം കഴിഞ്ഞ് അമ്മ മരിച്ചു. അമ്മയുടെ സഹോദരി അവരെ വളർത്തി. 13-ാമത്തെ വയസ്സിൽ അന്നക്കുട്ടി പറഞ്ഞു, എൻ്റെ പൊന്നു പേരപ്പ, തമ്പുരാൻ കർത്താവിൻ്റെ 5 തിരുമുറകളെ ഓർത്ത് എന്നെ കല്യാണത്തിന് നിർബന്ധിക്കരുതേ. ജനനം മുതൽ 36-ാം വയസ്സിൽ മരിക്കുന്നത് വരെ മാറാരോഗങ്ങൾ അവരെ വേദനിപ്പിച്ചിരുന്നു. എല്ലാം തൻ്റെ അരുമനാഥൻ്റെ സ്നേഹമേറിയ കരങ്ങളിലൂടെ മാത്രം വരുന്നതാണെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് അത്ഭുതപരമായ ആനന്ദവും പ്രസന്നതയും കളിയാടിയിരുന്നു. അവൾ പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയുടെ സ്വന്തം എന്ന പോലെ എന്നോട് ചെയ്യുക.
മൗനമായി സഹിക്കുവാൻ എനിക്ക് വരം തരണമേ. അവിടുത്തെ പിളർക്കപ്പെട്ട മാർവിനോട് എന്നെ ചേർക്കണമേ. തനിക്ക് ഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കുന്ന അപ്പോസ്തലൻ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ അൽഫോൻസാമ്മ പറയുന്നു, തനിക്ക് ഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി സഹനം സ്വീകരിക്കുക എന്നത്. വേദപുസ്തകം എന്താണെന്ന് സഹനത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്? പരമാർത്ഥിയായ ഹാബേലിൻ്റെ മരണം, പൊട്ടക്കിണറ്റിലും കാരാഗ്രഹത്തിലും കിടന്ന ജോസഫിൻ്റെ അനുഭവം, നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനുമായിരുന്ന ഇയ്യോബിനുണ്ടായിരുന്ന കഷ്ടതകൾ, ഹോറേബിലെ 2 വയസ്സിന് താഴെ കൊല്ലിച്ച അമ്മമാരുടെ ദുഃഖം, ആത്മാവും സാക്ഷ്യം നിറഞ്ഞ സ്തേഫാനോസ് എന്ന ശമ്മാസിൻ്റെ രക്തസാക്ഷിത്വ മരണം, ഒറീസയിലെ കുഷ്ഠരോഗിയുടെ ശുശ്രൂഷിപ്പൻ വന്ന മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും മക്കൾ ഫിലിപ്പിൻ്റെയും തിമത്തിയുടെയും അകാല മരണം. 1999 ജനുവരി 22 നടന്ന സംഭവമാണ്. അന്ന് ഞാൻ ചുങ്കത്തറ കൺവെൻഷന് പോയ സമയമാണ്. ഓർത്തഡോക്സ് സഭയിലെ മാത്യു സിദ്ദീൻ ബാബ തിരുമേനി അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊന്നിച്ച പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോഴാണ് രാവിലത്തെ ന്യൂസ് കേട്ടത്. ഞാൻ ബാബാ തിരുമേനിയോട് ഈ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞു. നിർനിമേഷനായി ഇരുന്ന ബാബ ഒന്നും മിണ്ടാതിരുന്നു. പിന്നീട് ബാബ പറഞ്ഞു, നന്നായി നന്നായി നന്നായി. ഞാൻ പറഞ്ഞത് തിരുമേനിക്ക് കേൾക്കാൻ പ്രയാസമുണ്ടായിട്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ചു. അപ്പോഴും ബാബ പറയുന്നു, നന്നായി നന്നായി നന്നായി. എന്നിട്ട് പിന്നീട് പറഞ്ഞു, എല്ലാം നന്മയ്ക്കാണ്. ഇതുമൂലം വാജ്പേയി യേശുവിനെ അറിയും. ഇതുമൂലം വാജ്പേയി യേശുവിനെ അറിയും. എത്ര ദീർഘമായ അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ ചിന്തയാണ്. ഈ മരണത്തിൻ്റെ കൊലപാതകത്തിൻ്റെ മധ്യത്തിലൂടെ ക്രിസ്തുനാമം മഹിമപ്പെടും മഹിമപ്പെടും എന്ന് അദ്ദേഹം പറയുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 23-ാം അധ്യായം 35 കർത്താവ് ഇപ്രകാരം പറയുന്നു, കപടഭക്തിക്കാരായ പരീശന്മാരും ശാസ്ത്രികളുമേ, നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിൻ്റെ യാഗപീഠത്തിൻ്റെ നടുവിൽ കൊന്നവരായ ബരഖ്യാവിൻ്റെ മകനായ സഖര്യാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള മരണം, നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. പലസ്തീൻ യുദ്ധത്തിൽ ഗസായിൽ കൊല്ലപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ പേരുകൂടെ നമുക്ക് ഈ ഇതിലൂടെ ചേർക്കാം. ലോകത്തിൽ എവിടെ നടക്കുന്ന അനീതിക്കും കൊലപാതകത്തിനും നാമും കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നു എന്ന് കർത്താവ് പറയുന്നു. There are so many undeserved sufferings in life, but there are no useless suffering. പരീക്ഷ വരുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് ആരും പറയരുത്. യാക്കോബ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, എന്നാൽ പരീക്ഷണത്തിലൂടെ ദൈവം പല കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കും. ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, അതാണ് ആ ചോദ്യത്തിന് ഉത്തരം. ഗതസമനയിൽ യേശു പിതാവിനോട് ഹൃദയം നുറുങ്ങി ചോദിച്ചു, പിതാവേ, ഈ നീചമരണമല്ലാതെ, അതെൻ്റെ വാക്കാണ്, മറ്റൊന്നില്ലേ? മരത്തിൽ മരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ന്യായപ്രമാണം പറയുന്നുണ്ടല്ലോ. ഈ പാനപാത്രം എത്ര കഠിനം! ആന്തരിക വ്യഥയുടെ തീവ്രതയാണ് ഈ വാക്കുകളെല്ലാം. ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും മരണവേദയുടെ പേരിൽ കർത്താവ് ചോദിക്കുന്നു, പിതാവേ. ആൻഡ് ഫാദർ കെപ്റ്റ് മം. ഒന്നും പറഞ്ഞതായി വേദപുസ്തകം പറയുന്നില്ല. ഈ കരച്ചിലിൻ്റെ നടുവിൽ ഒന്നും മിണ്ടുന്നില്ല. ചില നിശബ്ദത വാചാലമാണ്. നിശബ്ദതയിലൂടെ ഒത്തിരി കാര്യം സംസാരിക്കാൻ കഴിയും. യൂഹാന്റെ മാർത്തോമാ തിരുമേനി ഒരിക്കൽ തിരുവല്ലയിൽ നിന്ന് ആലുവയ്ക്ക് യാത്ര പോകുന്നു. മൂവാറ്റുപുഴ ആയപ്പോൾ തിരുമേനി ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുക. ദാനിയേലേ, കുർബാനപ്പെട്ടി ഉണ്ടോ? എടുത്തിട്ടുണ്ടോ? അയ്യോ തിരുമേനി, ഇത് ചൊവ്വാഴ്ചയാണല്ലോ. പിന്നെ ആലുവ വരെ ഒരു ശബ്ദവുമില്ല. ദാനിയേലേട്ടൻ പറയുന്നത്, ഒന്ന് തല്ലുകയോ വഴക്ക് പറയുകയോ പറഞ്ഞിരുന്നെങ്കിൽ ഒരു ബലമുണ്ടായിരുന്നു. ഈ നിശബ്ദത എന്നെ കഠിനമായി പ്രഹരിച്ചു. ആലുവായപ്പോൾ തിരുമേനി പറയുന്നു, സാരമില്ല, ഒരച്ഛൻ്റെ കുപ്പായം ഇട്ടാണെങ്കിലും എന്ന് ചൊല്ലാം. ചില നിശബ്ദത ഒത്തിരി കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ട് ദൈവം യഹൂദ ജനത്തിന് എതിരായി അരുളി ചെയ്യുന്നു? അന്യദേവന്മാരുള്ള ആരാധന, അനുസരണക്കേട്, ദൈവത്തോടുള്ള മറുതലിപ്പ്, ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു.
നോക്കുക, ദൈവം തൻ്റെ പവർ പറയുന്നുണ്ട്. നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും ശക്തനാണ് നാം. അസിറിയായും ബാബിലോണും ചേർന്ന് ഇസ്രായേൽ മക്കളെ കീഴടക്കുന്നു. ശലോമോൻ പണിത യെരുശലേം ദേവാലയം കൊള്ള ചെയ്ത് നശിപ്പിക്കുന്നു. ഇതിനെല്ലാം നടുവിൽ പ്രവാചകനിലൂടെ ഹൃദയഭേദമായ ദൈവിക രോദനം. ഇസ്രായേൽ ഗ്രഹമേ, ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസപാതകം ചെയ്ത് അവനെ വിട്ടുകളയുന്നത് പോലെ നിങ്ങൾ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. If they learn from their mistakes and become as obedient to God, then they will have a dwelling place in the promised land. വിശ്വാസത്യാഗിയായ ഇസ്രായേലേ, മടങ്ങി വരിക. നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക. ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല. ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കില്ല. ദൈവത്തിൻ്റെ ഹൃദയവിശാലത, നമ്മോടുള്ളതാ ദൈവത്തിൻ്റെ ദയ. ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം, മനസ്സ്. എക്കാലമുള്ള ജനങ്ങളോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം. അതിനാലാണ് യിരെമ്യാ പ്രവചനം നമുക്ക് പാഠമാകുന്നത്. നമ്മുടെ കാലത്തെ വിവേചിക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. മടങ്ങി വരിക. ഓരോ ഞായറാഴ്ചയും കുമ്പസാരത്തിലൂടെ നമുക്കത് പറയാം. ദേശം ദുഃഖിക്കുന്നതിലും നിലത്തിലെ സസ്യമൊക്കെയും വാടുന്നതും എത്രത്തോളം നിവാസിയുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും നശിച്ചു പോകുന്നു. എന്നാൽ ഇന്ന് നമുക്ക് കേരളക്കാരോട് പറയാം, നമ്മുടെ അധികാരികളുടെ നിഷ്ക്രിയത്വം മൂലം മൃഗങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നൊരു പാഠഭേദം പറയാവുന്നതാണ്. ഭൂമി, പരിസ്ഥിതി സംരക്ഷണം ഇവയെല്ലാം സൃഷ്ടിതാവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. സംരക്ഷിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും അടുത്ത തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിക്കുന്നതിനും. ഇതാണ് സുവിശേഷം. ഇതും സുവിശേഷമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ കാവലാളായി നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന നേതൃത്വം നൽകിയ മഹാനാണ് ഈ അടുത്ത കാലത്ത് നിര്യാതനായ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ഓർമ്മിക്കപ്പെടേണ്ടതാണ്. സൃഷ്ടാവിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ. യിരെമ്യാ പ്രവാചകൻ്റെ മുന്നറിയിപ്പായി ഈ കാലഘട്ടത്തിൽ മാധവ് ഗാഡ്ഗിൽ നമ്മുടെ മുമ്പിൽ അവതരിക്കപ്പെടുന്നു. ചൂരൽ മലയിലും മുണ്ടക്കൈ മലയിലും അടുത്ത കാലത്ത് സംഭവിച്ച ഇരുൾപൊട്ടലും മനുഷ്യനിർമ്മിതമായ 2018 വെള്ളപ്പൊക്കവും മുന്നറിയിപ്പായി നമ്മുടെ മുമ്പിൽ കുടചൂടി നിൽക്കുന്നു. നിവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും നശിച്ചു പോകുന്നു. കഴിഞ്ഞ ആഴ്ച 3 നോമ്പിൻ്റെ നാളുകളായിരുന്നല്ലോ. അന്നത്തെ പ്രധാന ചിന്താവിഷയം യോനാ പ്രവചനം 4-ാം അധ്യായം 13. ദൈവം യോനായോട് പറയുന്നു, എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിയാതെ കൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള നിനവേ, അയ്യോ, എനിക്ക് അയ്യോഭാവം തോന്നരുതോ. ദൈവത്തിന് എക്കാലമുള്ള ജനങ്ങളുള്ള ദൈവത്തിൻ്റെ മനസ്സാണത്. യിരെമ്യാവിനെ ദൈവം പഠിപ്പിക്കുന്നു. കാലാളുകൾ, നിന്റെ ദേശത്ത് നീ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന കഷ്ടം തുലവും നിസാരമാണ്. യഹൂദ രാജാക്കന്മാർ ബാബിലോൺ രാജാക്കന്മാരുമായുള്ള യുദ്ധം അതികഠിനമായിരിക്കും. ഇപ്പോൾ നീ സമാധാന ദേശത്ത് യോർദാൻ്റെ തീരത്ത് താമസിക്കുന്നു. മാനസാന്തരപ്പെടാതെ ജനതയെ ന്യായവിധി നാളിൽ എങ്ങനെ തെറ്റൊഴിയും? പ്രതിയോഗിയുടെ മുമ്പിൽ എങ്ങനെ പിടിച്ചു നിൽക്കും? യോർദാൻ കര കഴിഞ്ഞ് ഒഴുകുമ്പോൾ നീ എങ്ങനെ പിടിച്ചു നിൽക്കും? ഇത് നമ്മെ അസ്വസ്ഥരാക്കണം. അതാണ് ദൈവിക സ്വഭാവം. ദൈവം യിരെമ്യാവിനോട് പറയുന്നു, ഇസ്രായേലിനെ അവരുടെ തെറ്റിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അവൻ അവരെ കീഴ്മേൽ മറിച്ചു കളയും. സങ്കീർത്തനം 50:22 പറയുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. പാപബോധം മാനസാന്തരത്തിന് മുന്നോടിയായിട്ട് നിൽക്കണം. പാപബോധം നമ്മിൽ അങ്കുരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതിന് ചുമൽ കൊടുക്കുന്നതാണ് മാനസാന്തരം. ക്രിസ്തുസഭ പീഡനത്തിൻ്റെ പാതയിൽ ആണ് വളർന്നു വന്നത്. 1 മുതൽ 4 വരെയുള്ള നൂറ്റാണ്ടുകൾ അതിഭീകരമായിരുന്നു. ദൈവം യിരെമ്യാവിനോട് ചോദിച്ച ചോദ്യം അന്ന് അവരോടും ചോദിച്ചു കാണും. കാലാളുകളോടുകൂടെ നീ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? POC ബൈബിൾ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനിടയിൽ ചേർക്കപ്പെട്ട 11 പുസ്തകങ്ങൾ അടങ്ങിയതാണ്. മോശയുടെ നിയമത്തോടെ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് വീരചടമടഞ്ഞ രക്തസാക്ഷിയുടെ ചരിത്രവും മർദ്ദനകാലത്ത് വിശ്വാസികൾ ഉറച്ചു നിൽക്കാൻ ഉണർന്ന ജനത്തെ നൽകിയാണ് പുസ്തകത്തിൻ്റെ ലക്ഷ്യം. മക്കബീൻ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു അമ്മയെക്കുറിച്ചും 7 മക്കളെക്കുറിച്ചും പറയുന്നുണ്ട്. അന്തിക്കോസ് എപ്പിഫാനസ് 4-ാമൻ്റെ മതപീഡനത്തെക്കുറിച്ചാണ് പറയുന്നത്.
അവർക്ക് അദ്ദേഹത്തിൻ്റെ ശരിയായ വിവരങ്ങളെല്ലാം ചേർത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേക രീതി: നാവും കൈകളും ആദ്യം ഛേദിക്കുക, പിന്നെ ശിരസിലെ മുടിയും ചർമ്മവും ഉരിയുക. ഇതായിരുന്നു പീഡന രീതി. ഒരമ്മയും 7 മക്കളും ശ്രേഷ്ഠമായി മരണം വരിക്കാൻ പരസ്പരം ധൈര്യം പകർന്നു കൊടുക്കുന്ന അവിടെ പറയുന്നുണ്ട്. മോശയുടെ പ്രാർത്ഥന ചൊല്ലി ആവർത്തനം 32 വായിച്ച് ദൈവം കരുണ കാണിക്കുമെന്ന് പറഞ്ഞ് മൂത്തവനെ മരണത്തിന് ഏൽപ്പിച്ചു. പ്രപഞ്ചത്തിൻ്റെ അധിപൻ ഞങ്ങളെ അനശ്വരമായ ജീവന് തുണയ്ക്കുമെന്ന് പറഞ്ഞ് ബാക്കി 5 പേരും മരണം വരിച്ചു. ഇളയ മകനോട് അമ്മ പറഞ്ഞു, മകനെ, എന്നോട് നീ ദയ കാണിക്കുക. 9 മാസം ഞാൻ നിന്നെ ഗർഭത്തിൽ വഹിച്ചു, 3 വർഷം മുലയൂട്ടി, ഇന്നുവരെയും പോറ്റി വളർത്തി. മകനെ, ഞാൻ യാചിക്കുന്നു, ആകാശത്തെയും ഭൂമിയെയും നോക്കുക. ഉണ്ടായിരുന്ന വയിൽ നിന്നല്ല, ദൈവം ശൂന്യതയിൽ നിന്നാണ് അവയെ സൃഷ്ടിച്ചെന്ന് മനസ്സിലാക്കുക. പാഴിൽ നിന്നുള്ള സൃഷ്ടി, മനുഷ്യനും അതുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. മരണം വരിക്കുക. സഹോദരന്മാരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും കാണാമെന്ന് ഇടയാകും. സുറിയാനി ക്രമത്തിൽ നല്ലൊരു പാട്ടുണ്ട്. ലോകം, താത, സഹോദരർ, ജാതി, അതും തറവാടും ആകെ ഉപേക്ഷിച്ച് യേശുവിനായി മരണം സ്നേഹിച്ച സഹതന്മാർ. ആരാണ് ഒരു സഹത? രക്തസാക്ഷി എന്ന് എല്ലാം ഉപേക്ഷിച്ച് മരണം സ്നേഹിച്ച ആളുകൾ. ഫെബ്രുവരി 15 ലിബിയയിൽ വെച്ച് കൊല്ലപ്പെട്ട 21 കോപ്റ്റിക് ചർച്ച് മെമ്പേഴ്സിൻ്റെ ഓർമ്മയാണ്. കോപ്റ്റിക് ചർച്ച് അവരെ വിശുദ്ധന്മാരുടെ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഒരൊറ്റ കുഴപ്പമേ അവർ പറഞ്ഞുള്ളൂ: ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. അത് പറഞ്ഞാണ് ഇവർ മരണം വരിച്ചതും. ഇന്ന് നാം ക്രിസ്തു വിശ്വാസികളായിരിക്കുന്നു. വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ ഉൾപ്പെടുത്തുന്ന ജീവൻ കൊടുത്തതും അവർ മൂലമാണ് ഇന്ന് നാം അത് അനുഭവിക്കുന്നത്. കോവേഴ്സ് ഡൈ മെനി ടൈംസ് ബിഫോർ ദെയർ ഡെത്ത്. ദ വാലിയൻറ്റ് ഓർ ബ്രേവ് നെവർ ടേസ്റ്റ് ഡെത്ത് ബട്ട് ഓൺലി വൺസ്. മരണത്തിന് മുമ്പ് ഭീരുക്കൾ പല പ്രാവശ്യം മരിക്കും, എന്നാൽ ശൂരന്മാർ ഒരിക്കൽ മാത്രം. മനുഷ്യൻ്റെ ദൈവബോധത്തിന് ഒരു പരിമിതിയുണ്ട്. അതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം. കൂദാശകൾക്ക് ദൈവം നൽകുന്ന, സഭ നൽകുന്ന ഉത്തരമാണ് മിസ്റ്ററി. മനുഷ്യബുദ്ധിക്ക് അതീതമാണ് ദൈവിക ജ്ഞാനം, ബിയോണ്ട് അവർ വിസ്ഡം. ബുദ്ധിക്ക് വഴങ്ങാത്തതിനാണ് മിസ്റ്ററി എന്ന് പറയുന്നത്. മിസ്റ്റീരിയോൺ എന്ന വാക്ക്, ഗ്രീക്ക് വാക്ക്, അതിനാണ് ഉപയോഗിക്കുന്നത്. ശാസ്ത്രിമാരെല്ലാം വേദശാസ്ത്രം പഠിച്ചവരാണ്, എന്നാൽ അവർക്ക് മശിഹായെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പഠനത്തിനും അറിവിനും പരിധിയുണ്ട്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, കണിയാമ്പറമ്പിൽ അച്ഛൻ്റെ പുസ്തകം പറയുന്നു, കാലാൽ പടയോത്ത് നീ ഓടി, അവർ നിന്നെ ക്ഷീണിപ്പിച്ചു, അശ്വസേനയോട് നീ എങ്ങനെ മത്സരിച്ചോടും. ഇനി വരാനിരിക്കുന്ന പാലായനവും പീഡനവും അടിമത്തത്തിലേക്കുള്ള പ്രയാണവും ഏറെ രൂക്ഷതരമായിരിക്കും. എന്താണ് ഇതിനൊക്കെ കാരണം? എന്താണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്? ദുഷ്ടശക്തികൾ വർദ്ധിച്ചു വരുന്ന കാലം, വീടുകളിലെ യാഗപീഠങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ കാലം, ഏലിയാ പ്രവാചകൻ്റെ കാലം പോലെയാണിപ്പോൾ. കുടുംബ പ്രാർത്ഥനകളെല്ലാം നിന്നുപോയി. കുടുംബത്തിൻ്റെ യാഗപീഠങ്ങളെല്ലാം മറാല പിടിച്ചു കിടക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് നാളുകളായി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം, കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരുമായി കണ്ട് അവരോട് ഇടിഞ്ഞു കിടന്ന യാഗപീഠങ്ങൾ നന്നാക്കിയെടുക്കുന്നതിനും ദൈവശക്തി കാണിച്ചു കൊടുക്കുന്നതിനും സാധിച്ചു. നമ്മുടെ വീടുകളെല്ലാം ശക്തി കുറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം പ്രാർത്ഥനയുടെ അഭാവമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ റാന്നി സെൻറ്റ് മേരീസ് സ്കൂളിൽ പോയി. അവിടെ മോട്ടിവേഷൻ ക്ലാസ് നടക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ 2000 കുട്ടികൾ, 2000 പേരൻസ്, എല്ലാ കുട്ടികളും അവരുടെ പേരൻസിൻ്റെ തോളിൽ തല ചായച്ച് 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുന്നു. എനിക്ക് അത്ഭുതം തോന്നി. അവരെ പരിശീലിപ്പിക്കുന്ന ആളുകൾ പറഞ്ഞു, എത്ര നാളായി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹിച്ചിട്ട്? നിങ്ങൾ സ്നേഹിക്കുന്നതെന്ന് കുട്ടികൾ മനസ്സിലാക്കിയിട്ട് എത്ര നാളുകളായി? കുട്ടികൾ വീട് വിട്ടു പോകുന്നത്, ലഹരിക്ക് അടിമയാകുന്നത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാം, ദൈവബോധത്തിൽ അവരെ നിർത്താം. സമ്പത്തിൻ്റെ ധാരാളിത്തം ഇന്നത്തെ അപജയത്തിനൊരു കാരണമാണ്.
പണ്ടത്തെ നാളല്ലേ നല്ലതെന്ന് ഞാൻ ഓർക്കാറുണ്ട്. ദാരിദ്ര്യമല്ലേ ദൈവമേ നല്ലതെന്ന് ഓർക്കാറുണ്ട്. ദൈവഭയമുണ്ടായിരുന്നു, ദൈവസ്നേഹമുണ്ടായിരുന്നു, വചനത്തോട് കൂടുണ്ടായിരുന്നു, ആരാധനയിൽ ഭക്തി ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജൈവ മനുഷ്യനും ടെക്നോളജിക്കൽ ബീയിങ് നമ്മോടൊപ്പം വസിക്കുന്നു. സമാധാന ദേശത്തെ നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാൻ്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? യോർദാൻ കടന്നാണല്ലോ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. 40 വർഷത്തെ കഠിന യാത്രയ്ക്ക് ശേഷമാണ് ഇവിടേക്ക് പ്രവേശിക്കുന്നത്. വിട്ടുപോകുന്ന മിസ്രൈമിനെക്കുറിച്ച് അത് പോകുന്നത് നല്ലതല്ല എന്ന ചിന്ത പെറുപെറുപ്പിന് കാരണം ആയി ആക്കം കൂട്ടി. സങ്കീർത്തനം 95 പ്രകാരം പറയുന്നു, 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്ന് ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. 6,00,000-2 പേർക്കും ജോസഫിൻ്റെ അസ്ഥികൾക്കുമാണ് ആ ഭാഗ്യം ലഭിച്ചത്, കാലേബിനും യോശുവായ്ക്കും. ദൈവപുരുഷൻ, സുന്ദരനായി പിറന്നവൻ, സൗമ്യനായി ജീവിച്ചവൻ, ദൈവം മുഖാമുഖമായി സംസാരിച്ചവൻ മോശയ്ക്ക് പോലും ആ ഭാഗ്യം ദൈവം കൊടുത്തില്ല. കാദേശിലെ കലഹജലത്തിലെ പ്രകടിപ്പിച്ച അവിശ്വാസം ഇതിനെല്ലാം കാരണമായി. നിയമപ്പെട്ടം വഹിച്ച പുരോഹിതന്മാരുടെ ഉള്ളംകാൽ കരയ്ക്ക് പൊക്കിവെച്ച ഉടനെ യോർദാനിലെ വെള്ളം വീണ്ടും അതിൻ്റെ സ്ഥലത്തേക്ക് വന്നു. മുമ്പിലത്തെ പോലെ കരകവിഞ്ഞൊഴുകി. നിയമപ്പെട്ടകം ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകവും അടയാളവുമാണ്. സിയോൻ യാത്രയ്ക്ക് സംരക്ഷണവും മാർഗവും അത് കാണിച്ചു തന്നു. ആരാധനയിലൂടെയാണ് നാം ദൈവസംസർഗം അനുഭവിക്കുന്നത്. സ്വർഗീയ ആരാധന സജീവമായ ദൈവബന്ധത്തിൽ നമ്മെ ശക്തീകരിക്കുന്നു. ദൈവവേലയ്ക്ക് വേണ്ടി മക്കളെ ഒരുക്കണം. മംഗലാപുരത്ത് അഡ്മിഷന് വേണ്ടി മാത്രം ഒരുക്കുകയല്ല പ്രതിഷ്ഠാ ശുശ്രൂഷ. ആജീവനാന്തം കേശാദിപാദം ദൈവത്തിന് സമർപ്പിക്കുന്ന മക്കളെ പ്രസവിക്കണം. ഈ സഭ ധന്യമായി നിലനിൽക്കണമെങ്കിൽ ഗർഭത്തിൽ വെച്ച് തന്നെ അവർ ശിഷ്ടന്മാരായി ഒരുക്കപ്പെടണം. ദേവാലയ ശുശ്രൂഷയ്ക്കും നേതൃത്വത്തിനുമായി ശമൂവേൽ ബാലൻ്റെ അമ്മ ഹന്നായെ പോലുള്ള അമ്മമാർ നമുക്കുണ്ടാവണം. മക്കളെ ഒരുക്കണം. പെട്ടകം ചുമക്കാൻ ആളുകൾ ആവശ്യമാണ്. മരണം യോർദാന് സമം. മരണത്തിലൂടെ ആണ് നാം നിത്യത പോകുന്നത്. മരണമെന്ന വാതിലൂടെ ജീവങ്കിലേക്ക് നാം കടക്കുന്നു. മരിക്കാൻ ഒരുങ്ങാത്തതാണ് ഇന്നിൻ്റെ ദോഷം. ഞാൻ ഒരിക്കലും മരിക്കില്ല എന്നൊരു ചിന്തയിൽ നാം ശവമടക്കാൻ പോകുന്നത് പോലും. എത്ര ആർഭാടമായിട്ടാണ് ഇപ്പോഴത്തെ മരണവും ശവമടക്കുകളും. ജീവിച്ചിരിക്കുമ്പോൾ ഒരു നല്ല വാക്ക് പറയാത്തവനെല്ലാം വായ്തോരാതെ സ്തുതിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവിടെ എങ്ങും തിരുവചനം പ്രഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നന്നായി ഒരുങ്ങി നല്ല ഒരു ശവസംസ്കാരം കിട്ടിയ ഒരു വലിയ മനുഷ്യനാണ് യാക്കോബ്. ഉൽപ്പത്തി പുസ്തകം 48, 49, 50 അധ്യായങ്ങൾ വിശദമായി അത് വിവരിക്കുന്നു. മക്കളെയും കൊച്ചുമക്കളെയും വിളിച്ചു വരുത്തി വിൽപത്രം എഴുതി മക്കളെ ബോധ്യപ്പെടുത്തുന്നു. കട്ടിലിന്മേൽ കാലെടുത്ത് വെച്ച് നിവർന്നു കിടന്ന് പ്രാണനെ വിടുന്നു. നല്ല അതിശയകരമായൊരു വാക്കാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് തൻ്റെ ജനത്തോട് ചേരുന്നു. ഡെഡ് ആൻഡ് ഗോൺ എന്നൊരു ചിന്തയിലല്ല സഭ വചനം പഠിപ്പിക്കുന്നത്. തൻ്റെ ജനത്തോട് ചേരുന്നു. തുടർന്ന് 40 ദിവസം എംബാം ചെയ്ത സുഗന്ധവർഗം, 7 ദിവസത്തെ ദുഃഖാചരണം, മന്ത്രിയുടെ അപ്പന് ലഭിക്കുന്ന വലിയ വിലാപം. ഫറവ രാജാവിൻ്റെ അടുത്ത് യാക്കോബ് ചെന്നപ്പോൾ രാജാവ് ചോദിക്കുന്നു, വയസ്സെത്രയായി? 130. പരദേശ പ്രയാണത്തിൻ്റെ കാലമെന്ന് അദ്ദേഹം പറയുന്നു. ചുരുക്കവും കഷ്ടതയുമുള്ള ആയുസ്. അപ്പൻ, അമ്മ, സഹോദരൻ, ഭാര്യ, അമ്മാവിയപ്പൻ, ഭാര്യമാർ എല്ലാവരെയും കബളിപ്പിച്ച ഒരു മനുഷ്യൻ. തന്ത്രശാലി, ദൈവത്തോട് മല്ലുകെട്ടി ഒരു പുതിയ പേര് സമ്പാദിച്ച മനുഷ്യൻ. ഉൽപ്പത്തി 27 വായിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഏശാവിൻ്റെ കൂടെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഏശാവ് വന്ന് അപ്പനോട് പറഞ്ഞു, അപ്പാ എന്നെയും കൂടി അനുഗ്രഹിക്കാം. എനിക്കന്ന് യാക്കോബിനോട് വിദ്വേഷമാണ്. എന്നാൽ വേദപുസ്തകം തിരിച്ചാണ് പറയുന്നത്, ദൈവവും തിരിച്ചാണ് പറയുന്നത്. ഞാൻ ഏശാവിനെ ദ്വേഷിച്ച് യാക്കോബിനെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത്. കർത്താവിന് തെറ്റിപ്പോയോ എന്ന് എനിക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പാ എന്നെയും കൂടെ, എനിക്കൊരു നന്മ ഒരു അനുഗ്രഹമില്ലേ അപ്പാ എന്ന് ചോദിക്കുന്നു. എത്ര തെറ്റുകൾ ചെയ്താലും ഒരു ശുഭവാർത്തയാണ് യാക്കോബിൻ്റെ മാനസാന്തര ജീവിതം. 17 സംവത്സരം പിന്നെയാണ് മാനസാന്തര ജീവിതം. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. വിവിധ കാര്യങ്ങളാൽ ഭാരപ്പെടുന്നവരെ കർത്താവിൻ്റെ പാപക്ഷമ പ്രാപിപ്പാൻ അടുത്തു വരിക. നമ്മുടെ പ്രതിനിധിയാണ് യാക്കോബ്.
ഒരിക്കൽ ക്ഷമിച്ചാൽ അതെന്നേക്കുമായ ദൈവം ക്ഷമിക്കും. അകൃത്യങ്ങളെ ഓർമ്മ വെക്കാത്തവനാണ് നമ്മുടെ ദൈവം. ഞാൻ ബോംബെയിലുള്ളപ്പോൾ ആരംഭിച്ച ഒരു മിഷനാണ് മഹാരാഷ്ട്ര മിഷൻ. മഹാരാഷ്ട്ര മിഷൻ്റെ ഭാഗമായി അമരാവതിയിലെ ഒരു പാർവതി എന്നൊരു സഹോദരി വിശ്വാസത്തിലേക്ക് വന്നു. ഉറച്ച വിശ്വാസി, ദൃഢമായി അവൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ അവരൊരു ക്യാൻസർ പേഷ്യൻ്റായി. ഉറച്ച വിശ്വാസം, ക്യാൻസർ ബാധിച്ച് അവൾ മരിച്ചു. മരണസമയം അവൾ വിളിച്ചു പറഞ്ഞു, ലോർഡ് ജീസസ്, ഐ ആം കമ്മിങ്. ഹേ പ്രഭു ഈസ് മെസ്സി, ഹം ആത്തെ ഹേ. ശവമടക്കം കഴിഞ്ഞു. ഭർത്താവ് പറഞ്ഞു, ഭാര്യ മരിച്ചത് കണ്ടും പോകുന്നത് കണ്ടും കേട്ടും അവരും പറഞ്ഞു, എനിക്കൊരു ക്രിസ്ത്യാനിയാകണം. മക്കൾ ക്രിസ്ത്യാനിയായി. ഇപ്പോൾ നമുക്കൊരു കൊച്ചു കോൺഗ്രിഗേഷൻ ഉണ്ട്. ഒരുവൻ്റെ മരണം കണ്ടാൽ ദൈവഭാഗത്തേക്ക് വരാൻ കഴിയും. ആരോഗ്യം മോശമായി എമർജൻസി വാർഡിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ICU കഴിഞ്ഞ ഒരു കിഷോർ എന്ന ഒരു ചെറുപ്പക്കാരൻ വാട്സപ്പിൽ ഇങ്ങനെ കുറിച്ചു, ഞാൻ ജീവൻ കൈവിട്ടു പോകുമെന്ന നിലയിൽ ICU കിടക്കുമ്പോൾ വേദന, ക്ഷീണം, മുറിയിലെ മരം കോച്ചുന്ന തണുപ്പ്, രാവറിയാതെ പകലറിയാതെ നേരമറിയാതെ ബോധമില്ലാതെ ബോധം കെട്ടുകിടക്കുന്ന സമയം, ചുറ്റിലുമുള്ള ബെഡുകളിൽ മരണം വന്നു പോകുന്നു, പേടിച്ച് ഭയപ്പെടുന്ന ഒരു സമയം, തീർത്തും ഒറ്റയ്ക്കായ ഒരു സമയം. ഈശ്വര വിശ്വാസിക്ക് ഈ സമയം ഈശ്വരൻ മാത്രം. 2020 കോവിഡ് കാലം നമ്മുടെ മോത്തി വർക്കിയച്ചൻ ഓൺലൈനിൽ ചെയ്ത ഒരു പ്രസംഗം എൻ്റെ മനസ്സിൽ ഓടിയെത്തി. മരണഭീതിയിൽ കഴിയുന്ന നിസ്സഹായർക്ക് അച്ഛൻ്റെ പ്രസംഗം മനസ്സിൽ തെളിഞ്ഞു വന്നു. അച്ഛൻ പറഞ്ഞു, ദൈവഭയം എല്ലാ ഭയത്തെയും മാറ്റും. ദൈവഭയം എല്ലാ ഭയത്തെയും മാറ്റും. 2020 പറഞ്ഞ പ്രസംഗം 2024 എനിക്ക് ധൈര്യം നൽകി. കിഷോർ വീണ്ടും പറയുന്നു, പ്രസംഗങ്ങൾക്കും വാക്കുകൾക്കും ഔഷധമാകാനും കാവലാകാനും കരുതലാകാനും കഴിയും. നീ മരിക്കും. ആരും ആരോടും ഇപ്പോൾ പറയാറില്ല, പഠിപ്പിക്കാറില്ല. പഴയ ശവമഞ്ചം മാത്രമാണത് പറയുന്നത്. ഇന്ന് ഞാൻ, നാളെ നീ. യാത്ര പോകുന്നതിന് അതിന് ഒരുങ്ങണം. യാത്ര സുഗമമാണെങ്കിൽ അത് ആവശ്യമാണ്. എവിടേക്കാണ് യാത്ര എന്നത് നല്ല നിശ്ചയമുണ്ടാവണം. കോഴിക്കോട് എയർപോർട്ടിൽ കഴിഞ്ഞ വർഷം ഒരു ഫാമിലി വന്നിരുന്നു. ഭാര്യയും ഭർത്താവും ആദ്യമായിട്ട് പ്ലെയിനിൽ യാത്ര കഴിഞ്ഞ് വന്നതാണ്. അവർ നേരത്തെ വന്നിരുന്ന സുഖശീതള ഛായയിൽ അവിടെ നിന്ന് ഉറങ്ങിപ്പോയി. വളരെ നേരം കഴിഞ്ഞ് പ്ലെയിനും പോയി കഴിഞ്ഞിട്ടാണ് അവർ ഉണർന്നത്. കന്നി യാത്രയിൽ അവർ പ്ലെയിൻ മിസ് ചെയ്തു. യാത്രയ്ക്ക് ഒരുങ്ങണം. ഒരിക്കലേവനും മരിക്കും നിർണയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. മരിക്കാൻ നമ്മെ ഒരുക്കുന്ന ശുശ്രൂഷയാണ് തൈലാഭിഷേകം. 1-ാം ഭാഗം ഹീലിങ്ങിന് വേണ്ടിയുള്ളതാണ്. യാക്കോബ് ശ്ലീഹ 5-ാം അധ്യായത്തിൽ അത് നമ്മെ പഠിപ്പിക്കുന്നു. ശരീരം, മനസ്സ്, ആത്മാവ്, അതിന് സൗഖ്യം. ഇതിലേതിലൊരു ഭാഗത്തിന് കുഴപ്പമുണ്ടെങ്കിൽ നാം രോഗിയാണ്. 2-ാം ഭാഗം രോഗിയുടെ പ്രാർത്ഥനയാണ്. സഭ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാമോദീസായിലൂടെ നാം ഒരുവനെ സഭയിലേക്ക് സ്വീകരിക്കുന്നു. തൈലാഭിഷേകത്തിലൂടെ ഒരുവനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. തൈലാഭിഷേകം കിട്ടി പാപക്ഷമ പ്രാപിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണം. മർത്തമ്മക്കാർക്ക് അതിന് മിക്കവാറും കഴിയാതെ പോകുന്നു. ഭയം കൊണ്ടത് പലപ്പോഴും നമുക്ക് ലഭിക്കാതെ പോകുന്നു. പിന്നെ ഈ സംഗതി എന്താണെന്ന് നാം പഠിപ്പിക്കാറുമില്ല. തൈലാഭിഷേകം നമുക്ക് ധൈര്യം, ഉറപ്പ്, സ്വാന്തനം, സമാധാനം, പ്രത്യാശ ഇവ നൽകും. ചോദിച്ച് മേടിക്കുന്നവരുണ്ട്, കുറവാണ്. MA തോമസ് എന്ന അച്ഛൻ വൈറ്റ്ഫീൽഡിലെ എക്യുമെനിക്കൽ സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. ഇപ്പോഴത്തെ നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനിയോട് അദ്ദേഹം പറഞ്ഞു, തിരുമേനി, എനിക്ക് 2-ാം ഭാഗം ശുശ്രൂഷ എടുത്ത് എന്നെ യാത്ര അയക്കണം. 2-ാം ഭാഗം ശുശ്രൂഷ കഴിഞ്ഞ് 2-ാം ദിവസം അച്ഛൻ കടന്നുപോയി. എൻ്റെ സഹോദരൻ EJ ജോർജ് അച്ഛൻ ഈ കൺവെൻഷനെ ഹൃദയപൂർവ്വം സ്നേഹിച്ചൊരു മനുഷ്യനാണ്. കൺവെൻഷൻ തുടങ്ങുന്ന അന്ന് മുതൽ തീർന്നു കഴിഞ്ഞ് എല്ലാ മനുഷ്യരും ഇവിടുന്ന് ഇറങ്ങിപ്പോയ ശേഷമേ അച്ഛൻ ഈ പന്തൽ വിട്ടു പോകാറുള്ളൂ, ഈ മണൽപ്പുറം വിട്ടു പോകാറുള്ളൂ. 95-ാം വയസ്സിൽ അദ്ദേഹം നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട ഒരു ദിവസം അച്ഛൻ 50 കത്തുകളെങ്കിലും എഴുതും. അത് പോസ്റ്റ് കാർഡിലാണ് എഴുതുന്നത്. ഇന്നലെ ഒരു അമ്മ അച്ഛൻ എഴുതിയ ഒരു കത്തും കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് അച്ഛൻ്റെ ഓർമ്മ എന്നെ തെളിയിച്ച് കാണിച്ചു. അച്ഛൻ്റെ കത്തുകൾ എഴുതുന്നത് കണ്ട് ക്രിസോസ്റ്റം തിരുമേനി അച്ഛന് 50 രൂപ മണി ഓർഡർ അയച്ചു കൊടുത്തത് അച്ഛൻ എന്നെ കാണിച്ചു. അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ മേശപ്പുറത്ത് അഡ്രസ്സ് രേഖപ്പെടുത്താത്ത ഒരു കത്ത് കണ്ടു. അത് ഇപ്രകാരമാണ്:
When I am gone, remember I am with Jesus. Then do not mourn because I have passed away. And when my Savior tells me, you are coming, I will go with him and welcome you to heaven. അഡ്രസ്സ് രേഖപ്പെടുത്താത്ത കത്തായതിനാൽ അത് നമുക്ക് ഏവർക്കും വേണ്ടി എഴുതപ്പെട്ടതാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് ഈ പരദേശ പ്രയാണം നമുക്ക് സന്തോഷത്തോടെ പൂർത്തിയാക്കാം. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ബഹുമാന്യരെ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നു? ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ കൺവെൻഷൻ? ദേശമെല്ലാം കൺവെൻഷൻ യോഗങ്ങളാണ്. ഇത് സത്യം കണ്ടെത്താൻ വേണ്ടൊരു യാത്രയാണ്. 7 തലമുറ നിങ്ങളിരിക്കുന്ന ഇടത്ത് നേരത്തെ ഇരുന്നിരുന്നത് നിങ്ങൾ ഓർത്തുകൊള്ളണം. മോശയുടെ കൂടെ നടന്ന 6 ലക്ഷം പേരിൽ 2 പേർക്കാണ് കനാനിൽ പ്രവേശിപ്പാൻ അനുവാദം ലഭിച്ചത്, യോർദാൻ കടക്കാൻ സാധിച്ചത്. കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് അലറിക്കരയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നൊരു ശബ്ദം, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി രോഗശാന്തി നൽകി എന്നൊക്കെ പറഞ്ഞ് പ്രലപിക്കുമ്പോൾ കേൾക്കാം കഠോരമായൊരു വാക്ക്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവേൻ, എന്നെ വിട്ടുപോകുവേൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നമുക്ക് നല്ലൊരു പ്രാർത്ഥനയുണ്ട്. ക്ലെയിം ഒന്നുമില്ല, ഭൂതങ്ങളെ പുറത്താക്കിയെന്നോ രോഗശാന്തി കൊടുത്തെന്നോ ഒന്നുമില്ല. ഒരു പ്രാർത്ഥന ഒന്ന് മാത്രം. മോറാൻ യേശു മിശിഹായേ, നിൻ്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങൾക്ക് നേരെ അടച്ചു കളയരുതേ. മോറാൻ യേശു മിശിഹായേ, നിൻ്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങൾക്ക് നേരെ അടച്ചു കളയരുതേ. എന്നും എപ്പോഴുമുള്ള സഭയുടെ പ്രാർത്ഥന അതാണ്, അത് മാത്രമാണ്. ബിലീവ് ഇൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പുത്രനിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. പറയാൻ അല്പം മടിയും ലജ്ജയുമുള്ളൊരു വാക്കാണ് യേശു നമുക്ക് രക്ഷകൻ. നസറായനായ യേശു ആരാകുന്നു എന്ന് നന്നായി ഉറച്ചിരിക്കണം. ഈ പന്തലിരിക്കുന്ന എല്ലാവരും ഉറച്ചിരിക്കണം, എല്ലാ മാർത്തമ്മക്കാരും ഉറച്ചിരിക്കണം, എല്ലാ ക്രിസ്ത്യാനികളും ഉറച്ചിരിക്കണം. യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല, യേശുവല്ലാതെ മറ്റൊരു നാമമില്ല, യേശുവല്ലാതൊരു ഉപദേശമില്ല, യേശുവല്ലാതൊരു അടിസ്ഥാനമില്ല. രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമമില്ല, യേശുവല്ലാതൊരു സുവിശേഷമില്ല, യേശുവല്ലാതൊരു വഴിയില്ല, യേശുവല്ലാതെ ഒരു ശക്തിയില്ല, യേശുവല്ലാതൊരു മൂലക്കല്ലില്ല, യേശുവല്ലാതൊരു പ്രത്യാശയില്ല, യേശുവല്ലാതൊരു സത്യമില്ല. നമുക്കിവനെ മുമ്പിൽ നിന്ന് പുറകിൽ നമ്മൾ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ബലമുള്ളൂ. നമ്മുടെ പല സംഘടനകൾക്കും ഉറക്കെ പറയാൻ മടിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ടാണ് നമുക്കുള്ള താഴ്ചയും വീഴ്ചയുമെല്ലാം. യേശു തന്നെ ദൈവം, കർത്താവ്, രക്ഷകൻ. തോമാസ് ശ്ലീഹായുടെ അതേ സന്ദേശം നാം പറയാൻ ബാധ്യസ്ഥരാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന അപ്പോസ്തലൻ പത്രോസിൻ്റെ പ്രസ്താവ്യം നമുക്ക് കടപ്പെട്ടതാണ്. മാർത്തോമാ ശ്ലീഹാ പറഞ്ഞതുപോലെ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഉറക്കെ പറയാൻ നാം ബാധ്യസ്ഥരാണ്. മക്കളെന്നെങ്കിൽ അപ്പൻ്റെ വിശ്വാസം നാം ഏറ്റു പറയണം. മുമ്പിൽ നിൽക്കുന്നതിൻ്റെ വിശ്വാസത്തിൽ നിൽപ്പാൻ ദൈവമേ ഞങ്ങളെ തുണയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയേ കാൽവറി അൻപേ, നീ മാത്രമാണ് എനിക്കാധാരം, നീ മാത്രമാണ് എനിക്കാധാരം. മാറായലീമീൻ പാറയാം വെള്ളം, മാറാത്തോനേകും മാധുര്യം മന്ന. മാറായലീമീൻ പാറയാം വെള്ളം, മാറാത്തോനേകും മാധുര്യം മന്ന. പാറയാം യാഗീൻ രാപ്പകൽ ധ്യാനം, യോർദാന്റെ തീരമെന്നാശ്വാസം, യോർദാന്റെ തീരമെന്നാശ്വാസം. കരുണാനിധിയേ കാൽവറി അൻപേ, നീ
നീ മാത്രമാണ് എനിക്കാധാരം, നീ മാത്രം